നമുക്ക് ഈ ലോകത്തിൽ പലതുമുള്ളപ്പോൾ നമ്മൾ അതിൻ്റെ മൂല്യം എത്രയാണെന്ന് മനസ്സിലാക്കാതെ പോകുന്നവരല്ലേ? തീർച്ചയായിട്ടും അല്ലേ? ഈ ലോകത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ധാരാളം കൂട്ടുകാരുണ്ട്, നമുക്ക് കുടുംബമുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്, സഹോദരങ്ങളുണ്ട്. അങ്ങനെ വലിയ ബന്ധത്തിൻ്റെ ഒരു ചങ്ങലയിൽ, ഒരു ശൃംഖലയിലാണ് നമ്മളായിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും ഈ ശൃംഖല നമ്മോട് കൂടെയുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, അവരുടെ വില നമ്മൾ മനസ്സിലാക്കാറില്ല. ഇപ്പോൾ ഭർത്താവുള്ളപ്പോൾ ഭർത്താവിൻ്റെ വില, ഭാര്യയുള്ളപ്പോൾ ഭാര്യയുടെ വില, നമുക്ക് സഹോദരങ്ങളും ബന്ധുമിത്രാദികളും നമ്മുടെ നല്ല സ്നേഹിതരും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ അവരുടെ വില പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നുണ്ട്, അറിയാതെ പോകുന്നവരുണ്ട്. അത് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളാണ് ഇവിടെയുള്ള നമ്മുടെ ബന്ധുക്കളും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ കുടുംബവും ഒക്കെ എന്ന് നമ്മൾ വിചാരിക്കുക. നമ്മുടെ ശരീരത്തിൽ ഒരു ഭാഗം എവിടെയെങ്കിലും പ്രവർത്തനക്ഷമമല്ലാതെ വരുമ്പോൾ നമ്മൾ ആ ഭാഗത്തെക്കുറിച്ച് തന്നെയായിരിക്കും നമ്മുടെ ചിന്ത, അല്ലേ? എനിക്കൊരു ആക്സിഡൻറ്റ് വന്നു, എൻ്റെ വലത്തെ കാലൊടിഞ്ഞു, അതിൽ സ്റ്റീൽ ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ എനിക്ക് രണ്ട് കാലും നന്നായിരുന്നപ്പോൾ ഞാൻ ഒരിക്കലും ആ കാലിനെ പരിപാലിച്ചിരുന്നില്ല, ആ കാലിന് ഞാൻ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ എൻ്റെ കാലൊടിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കാലിൻ്റെ വേദനയും ആ കാലിൻ്റെ അവസ്ഥകളും ഒക്കെ എനിക്ക് മനസ്സിലായി. കാലില്ലാതെ വന്നപ്പോൾ, കാലിന് ഒടിവ് സംഭവിച്ചുള്ളൂ, എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാതെ വന്നപ്പോൾ ഞാൻ ആ കാലിൻ്റെ വില മനസ്സിലാക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ കാലിലൊരു മുള്ളു കൊള്ളുക, അല്ലെങ്കിൽ നമ്മുടെ കൈ ഒന്ന് മുറിയുക, നമ്മുടെ ഏതെങ്കിലും ഒരു അവയവം ചലിക്കാതെ വരിക, ഈ സമയത്താണ് നമ്മൾ അതിൻ്റെ വില കൂടുതൽ മനസ്സിലാക്കുന്നത്. കാരണം ഉള്ളപ്പോൾ ഉള്ളതിൻ്റെ വില പലപ്പോഴും ഞാനും നിങ്ങളും അറിയാതെ പോകുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ സൗഹൃദ കൂട്ടായ്മയുടെയും ഒരു മൂല്യം എന്ന് നമ്മൾ പറയുന്നത്. പലപ്പോഴും നമ്മൾ വിളിച്ചാൽ അങ്ങേ തലയ്ക്കൽ ഫോൺ എടുക്കുവാൻ, നമ്മളെ എന്തുണ്ട് വിശേഷമെന്ന് അന്വേഷിക്കുവാൻ, നമ്മുടെ സങ്കടം കേൾക്കുവാൻ, നമ്മുടെ കരച്ചിലൊന്ന് കാണുവാൻ നമ്മെ മനസ്സിലാക്കുന്ന ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ എണ്ണത്തിലൊന്ന് കുറഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ അവരുടെ വില മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുമ്പോൾ നമുക്കുള്ള ബന്ധങ്ങളെയും സുഹൃത്തുക്കളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുവാൻ നമുക്ക് കഴിയണം. കാരണം എന്താ? ചെറിയൊരു ജീവിതമാണ്. നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ എപ്പോഴാണ് ഈ ശ്വാസം നിലയ്ക്കുന്നതെന്ന് നമുക്കറിയില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ വില എത്രയാണെന്ന് നാം മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? നമുക്ക് ഹൃദയത്തിനൊരു ക്ഷതം സംഭവിക്കുമ്പോഴാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ആഘാതം ഉണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് പ്രിയരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഒന്ന് മാത്രം: സ്നേഹത്തോടെ ജീവിക്കാൻ കഴിയണം. ബൈബിൾ പറയുന്നു, ഈ ലോകത്തിലെ ഏറ്റവും വലുത് സ്നേഹം തന്നെയാണ്. അതുകൊണ്ട് സ്നേഹത്തോടെ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മളെ സ്നേഹിക്കുന്നവരെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയണം. നമ്മളെ മനസ്സിലാക്കുന്നവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. നമ്മോടുകൂടെ ചേർന്ന് നിൽക്കുന്നവർ ആരെന്ന് നാം തിരിച്ചറിയുവാൻ കഴിയണം. അങ്ങനെ ജീവിക്കുമ്പോൾ സമാധാനവും സന്തോഷവും നമുക്ക് വന്നു ചേരും. അതിനായിട്ട് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ, ആശംസകളോടെ നിർത്തുന്നു. നിങ്ങളുടെ പ്രിയ കൂട്ടുകാരി ശൈലജ ടീച്ചർ.